രാത്രികാല യാത്ര ആസ്വാദ്യകരമാക്കാൻ ഒരു പുതിയ സംവിധാനം. കാസർഗോഡ് ജില്ലയിലെ കരിച്ചേരി ചുരത്തിലാണ് നാട്ടുകാർ ചേർന്നൊരു ടീ ബൂത്ത് സ്ഥാപിച്ചത്. രാത്രി 11 മുതൽ രാവിലെ 5 മണിവരെയാണ് സൗജന്യമായി ചായയും കട്ടൻ കാപ്പിയും ഒക്കെ യാത്രക്കാർക്ക് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. അത് പലപ്പോഴും രാത്രികാലങ്ങളിലാണ് സംഭവിക്കാറുള്ളത്. അത് ഒരുപക്ഷെ ഈ ഡ്രൈവർമാരുടെ ഉറക്കമൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ ഒരു അപകടങ്ങൾ ഉണ്ടാവുന്നതും. എന്നാൽ അതിനൊക്കെ പരിഹാരവുമായി കാസർഗോട്ടെ ഒരു കൂട്ടം ആളുകൾ ഒരു പുതിയൊരു സംവിധാനം റോഡ് അരികിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 വർഷമായിരിക്കുന്നു ഇത് എന്നുള്ളതാണ്. എന്തായാലും ഇതിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ചേട്ടാ, ഇത് എന്താണ് സംഭവം, എന്താണ് ഈ സംവിധാനം, എങ്ങനെയാണ് സംവിധാനം? ഇവിടെ ടാഷ്കോ സ്റ്റോൺ ക്രഷർ നടത്തുന്ന കാതർച്ചയാണ് ഈ നടപടി ഉണ്ടാക്കിയത്. ഇത് രാത്രികാലങ്ങളിൽ ഉറക്കൊഴിച്ച് വരുന്ന യാത്രക്കാർക്ക്, വണ്ടി ഡ്രൈവർമാർക്കൊക്കെ ഗുണമാകുന്ന രീതിയിൽ ഒരു ഫ്ലാസ്ക് കട്ടൻ ചായ ഇവിടെ വെച്ച് അത് രാത്രി വൈകുന്നേരം 6 മണി രാവിലെ 5 മണി വരെയുള്ള സമയങ്ങളിൽ അവർക്ക് ഏത് സമയം വന്നാൽ കട്ടൻ ചായ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയാണ്. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. നിങ്ങൾ എങ്ങനെയാണ് ഇത്, അതിന്റെ സംവിധാനം എങ്ങനെയാണ്? ഇവിടെ ഒഴിച്ചു വെക്കലാണോ, എന്താണ് അതിന്റെ പിന്നിൽ? ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുന്നതാണ്. രാത്രി മുതൽ രാവിലെ 5 മണി വരെയുള്ള യാത്രക്കാർക്ക് നല്ല രീതിയിൽ, അതായത് ഉറക്കം യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലോ, അതിനനുസരിച്ച് നമ്മുടെ കാതർച്ച, അതായത് ടാഷ്കോൻ്റെ ഓണറാണ്, അവർ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അപകടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ, അതായത് ഉറക്കച്ചുവയില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. എങ്ങനെയാണ്, ഒരുപാട് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടോ? ആളുകൾ ഒരുപാട് വരാറുണ്ടോ? ഉണ്ട്. ഇത് 2018 നമ്മൾ ആരംഭിച്ചത്. അത് ടാഷ്കോ ക്രഷറിൻ്റെ ചെയർമാൻ ഷാഹുൽ ഹമീദാണ്. ബാലഭാസ്കറിൻ്റെ ഒരു മരണം നടന്ന ആ ഒരു സമയത്ത്, ഈ രാത്രികാലങ്ങളിൽ അപകടം ചർച്ചയായ സമയത്താണ് നമ്മളിത്, അത് പീപ്പിൾസ് കോളേജ് മുന്നാടുണ്ട് ഈ റോട്ടിൽ തന്നെ. അപ്പോൾ അവിടെ ഒന്നും കൂടി ബാലഭാസ്കറിന് വേണ്ടിയിട്ട്, സ്മരണക്ക് വേണ്ടി നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകളെടുത്ത് നല്ല അഭിപ്രായങ്ങളാണ്. അതുപോലെ രാത്രിയിൽ പണിയെടുക്കുന്ന KSEB-ക്കാർ, പോലീസ് ഓഫീസർമാർ, അതുപോലെ അവരെല്ലാം ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടാണ് ഇവിടെ ഇത് ഡ്യൂട്ടി ചെയ്യുന്നത്. രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്, ഫുള്ള് ചെലവാകുന്നുണ്ടോ? ചില ദിവസം മൊത്തം തീർന്നിട്ടുണ്ടാവും. എത്ര കപ്പ് ചായ ഉണ്ടാവും? 35 കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കപ്പ് തീരുമ്പോൾ പിന്നെ അത്ര ആൾക്കാരാണ്, ഏകദേശം ഒരു 30ൻ്റെ അടുത്ത് ഇത് തീരുള്ളൂ. 35 എപ്പോഴെങ്കിലും മാത്രം, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തീരാറുള്ളൂ. നാട്ടുകാർക്കൊക്കെ ഒരു ഉപകാരം തന്നെയാണ്. നല്ല ഉപകാരമാണ്. നാട്ടുകാർക്ക് വലിയൊരു ഉപകാരപ്രദമാണ് ഈ കട്ടൻ ചായ സപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സംവിധാനത്തിലേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ ഇതാ കൊടുക്കുന്നുണ്ട്. ഈ സേവനം തികച്ചും സൗജന്യമാണ്. രാത്രി 11 മണിക്ക് ശേഷം രാവിലെ 5 മണി വരെയുള്ള സമയങ്ങളിൽ കട്ടൻ ചായ ലഭിക്കാതിരുന്നാൽ താഴെ പറയുന്ന നമ്പറിലടക്കം വിളിക്കാൻ ഉൾപ്പെടെയുള്ള നമ്പറടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നല്ലൊരു സംരംഭമാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും ഇനിയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ ലഭിക്കട്ടെ, ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നല്ല പ്രചോദനം ലഭിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.